ഹലോ അസ്സാം വലൈക്കും. നമ്മൾ ഇന്ന് കാലിഗ്രാഫിയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുന്നേ ചെയ്ത് വെച്ച ഫ്രെയിമിലാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രെയിം മാറ്റിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഒരു ഫ്രെയിമിൽ പല ചിത്രം വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ കാലിഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വരച്ചിട്ട് പെയിൻറ്റിങ് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പച്ചയുടെ ഒക്കെ ഒരു കളറുള്ള ഒരു പച്ച നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുകളിൽ നമ്മൾ ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. അതുപോലെ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തോപോലെ അതിനങ്ങനെ വിചാരിച്ച് പഠിച്ചവനെ കുളാവോ പിന്നെ എനിക്ക് തോന്നി കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിലും അങ്ങനെ നമ്മൾ കുളമെന്ന് വിചാരിച്ച കാര്യം സക്സസ്ഫുൾ ആവും. പക്ഷേ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ കാലിഗ്രാഫി മൊത്തം കുളമായി. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് പെയിൻറ്റ് കൊടുക്കാൻ തുടങ്ങി. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത അങ്ങനെ ആയി. പിന്നെ നമ്മൾ ഫ്രെയിമല്ലേ ചെയ്യുന്നത്, ഫ്രെയിമിൻ്റെ അതേ ആകൃതിയിൽ വരണ്ടേ. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മൾ വിചാരിച്ച കാര്യം ഏകദേശമൊക്കെ ഓക്കെ ആയിക്കണേ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിലേക്ക് വെക്കാം. അതൊരു വലിയ ടാസ്ക്കാണ്. കാരണം അതിൻ്റെ കമ്പി ഭയങ്കര മുറുക്കിയോണ്ടാണ്. അത് നഖത്ത് തട്ടിയാൽ നല്ല പണി കിട്ടും. അപ്പോൾ നമ്മളെ ഫ്രെയിമൊക്കെ നമ്മൾ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.